ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ 2024 നടക്കാൻ പോകുന്ന LDC പരീക്ഷയും അതുപോലെ LGS പരീക്ഷയ്ക്കും അപ്ലൈ ചെയ്തിട്ടുള്ള കുറേയധികം ഉദ്യോഗാർത്ഥികളുണ്ട്. ഇവരിൽ ഏറിയ പങ്കും ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രധാനപ്പെട്ട ഒരു ആശങ്ക, ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ചോദിക്കുകയുണ്ടായൊരു ചോദ്യമാണ്, ഞാൻ LDCക്ക് വേണ്ടി പഠിക്കണോ, LGSന് മാത്രം ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ പോരെ, രണ്ടും കൂടെ പഠിച്ചാൽ രണ്ടും ഇല്ലാത്തൊരവസ്ഥ വരുമോ? കഴിഞ്ഞ തവണ ഞാൻ LDCക്കും LGSനും നോക്കിയിട്ട് അവസാനം രണ്ടും കിട്ടിയില്ല, LGSനെങ്കിലും നോക്കിയിരുന്നെങ്കിൽ അതെങ്കിലും കിട്ടിയേനെ എന്നൊക്കെ ചോദിച്ച ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഉദ്യോഗാർത്ഥികളുടെ ഒരു സംശയ നിവാരണ വീഡിയോ ആണിത്. ഇത് മുഴുവനായും കേൾക്കുക. ഇവിടെ LGS മാത്രം അപ്ലൈ ചെയ്ത ഉദ്യോഗാർത്ഥികളുണ്ട്, LDC മാത്രം അപ്ലൈ ചെയ്ത ഉദ്യോഗാർത്ഥികളുണ്ട്. അവരിത് കേൾക്കണമെന്നില്ല. രണ്ടിനും അപ്ലൈ ചെയ്ത ഉദ്യോഗാർത്ഥികളെ നമുക്ക് ആദ്യം രണ്ട് കാറ്റഗറി ആയിട്ട് തിരിക്കേണ്ടി വരും. അതായത് നിരവധി പരീക്ഷകൾ എഴുതി ഒരുപാട് PSC ഒക്കെ പഠിച്ച് നല്ല ഒരു ലെവലിലൊക്കെ എത്തി നിൽക്കുന്ന ഉദ്യോഗാർത്ഥികളുണ്ട്. അതുപോലെ മറ്റേ കാറ്റഗറി എന്ന് പറയുന്നത് തുടക്കക്കാരാവാം, തുടക്കക്കാരല്ലെങ്കിൽ തന്നെ ഒരുപാട് പരീക്ഷയൊക്കെ എഴുതി കാണും, പക്ഷേ ആത്മാർത്ഥമായിട്ടൊന്നും PSCയിലോട്ടൊന്നും ഇതുവരെ എത്താത്ത, ഇപ്പോൾ എങ്ങനെയെങ്കിലും എഴുതി കയറണമെന്ന് ആഗ്രഹിക്കുന്ന മറ്റൊരു കാറ്റഗറി. ഇതിൽ ഞാൻ ആദ്യം പറഞ്ഞ കാറ്റഗറി രണ്ട് പരീക്ഷയ്ക്ക് നോക്കുന്നത് നല്ലതാണ്. അതായത് PSCയുടെ ഒരു ലെവൽ കഴിഞ്ഞ് നല്ല കോൺഫിഡൻസ് ഉള്ള, അതായത് ഞാൻ LDC നോക്കിയാലും എനിക്ക് കിട്ടും, LGS എന്തായാലും ചിലപ്പോൾ അവർക്ക് കിട്ടും, പക്ഷേ LDC കൂടെ എനിക്ക് പിടിക്കാൻ പറ്റും എന്ന് വിശ്വാസമുള്ള, അത്രയും പഠിച്ചു വന്ന ഉദ്യോഗാർത്ഥികളുണ്ടല്ലോ, അവർ രണ്ടും നോക്കുന്നത് നല്ലതാണ്. കാരണം നമുക്ക് LDCക്കും LGSനും തമ്മിലുള്ള സിലബസ് നോക്കുമ്പോൾ അതിൽ മിക്ക ടോപ്പിക്കുകളും കോമൺ ആയിട്ടുള്ള ടോപ്പിക്ക് തന്നെയാണ്. ഇവിടെ വളരെ കുറച്ച് ടോപ്പിക്കുകൾ മാത്രമേ ഉള്ളൂ. അത് ഉദാഹരണം പറയുകയാണെങ്കിൽ കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ, സുപ്രധാന നിയമങ്ങൾ, കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും, ആ മൂന്ന് ടോപ്പിക്കുകളും LGSന് ഇല്ലാത്ത ടോപ്പിക്കുകളാണ്. പിന്നെ ബാക്കിയുള്ള ടോപ്പിക്കുകളിൽ തന്നെ ഭൂമിശാസ്ത്രത്തിലൊക്കെ അതുപോലെ ചരിത്രത്തിൽ ലോക ചരിത്രം, അതൊന്നും LGSന് ഇല്ല. അപ്പോൾ മറ്റ് ഇതിൽ കുറച്ച് ഭാഗങ്ങൾ LGSന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ കേരളം ഭരണവും ഭരണ സംവിധാനവും അതുപോലെ കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ, സുപ്രധാന നിയമങ്ങൾ, അത് ഇല്ലെന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം രണ്ട് LGSനും LDCക്കും ഒരേ ടോപ്പിക്കുകൾ തന്നെയാണ്. അതായത് ഒരു 70%, പൊതുവിജ്ഞാനത്തിൽ 70% രണ്ട് കൂട്ടർക്കും ഒന്ന് തന്നെയാണ് പഠിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ സ്വയം തീരുമാനിക്കുക നിങ്ങൾ ഏത് കാറ്റഗറിയിൽ വരുമെന്ന്. ഞാൻ ആദ്യം പറഞ്ഞ കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾ നല്ല കോൺഫിഡൻ്റ് ആയിരിക്കും, നിങ്ങൾ കുറേയധികം കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു, കുറച്ചധികം പരീക്ഷകൾ എഴുതി കഴിഞ്ഞ ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും LDC എക്സാമിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുക. എന്തായാലും LDC എക്സാമിന് ശേഷമേ LGS പരീക്ഷ നടക്കുകയുള്ളൂ. ഒരു 2 മാസത്തെ ഗ്യാപ്പൊക്കെ കിട്ടും. അപ്പോൾ LDCക്ക് വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായി പഠിക്കുകയാണെങ്കിൽ ഉറപ്പായും നിങ്ങൾ നല്ല രീതിയിൽ ഈ സിലബസ് അങ്ങ് കവർ ചെയ്യും. LDCയുടെ സിലബസ് കവർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ LGSൻ്റെ ഒരു 75% പൊതുവിജ്ഞാനം, 75 അല്ല, ഈ LDCയുടെ സിലബസിൽ LGS മുഴുവനായി തന്നെ അടങ്ങുന്നുണ്ട്. ഏകദേശം ഒട്ടുമിക്ക ഭാഗങ്ങളും അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ രണ്ടിനും കോമൺ ആയിട്ടുള്ള 20 മാർക്കിൻ്റെ ഈ ആനുകാലിക വിഷയങ്ങളെന്ന് പറയുന്നത് രണ്ടിനും പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. കറണ്ട് അഫയേഴ്സ് LDCക്കും LGSനും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ LDC എക്സാം എഴുതി കഴിയുമ്പോൾ നിങ്ങൾ LGSന് വേണ്ടി നല്ല ലെവലിലെത്തി നിൽക്കുകയായിരിക്കും. പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന 1-2 മാസം നിങ്ങളൊരു റിവിഷൻ കൂടി നടത്തുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ LGSൻ്റെ റാങ്ക് ലിസ്റ്റിൽ ആ LDCക്ക് വേണ്ടി അത്രയും പഠിച്ച ആ ഉദ്യോഗാർത്ഥി ഉറപ്പായിട്ടും 50-നകത്ത് റാങ്ക് വാങ്ങിക്കും. അപ്പോൾ നിങ്ങൾ സ്വയം തീരുമാനിക്കണം നിങ്ങൾ ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നു എന്നുള്ളത്. അതെനിക്ക് പറഞ്ഞുതരാൻ പറ്റില്ല. ഇനി നമുക്ക് രണ്ടാമത്തെ കാറ്റഗറിയിലേക്ക് വരാം. അപ്പോൾ നിങ്ങൾ രണ്ടാമത്തെ കാറ്റഗറിയിൽ പെടുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ അത്ര കോൺഫിഡൻസ് ഒന്നുമില്ല, ഒരുപാട് പരീക്ഷ എഴുതി പരിചയമില്ല, ഒരുപാടൊന്നും PSCക്ക് വേണ്ടി കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുമില്ല. അങ്ങനൊരു ഉദ്യോഗാർത്ഥിയാണെങ്കിലും നിങ്ങൾ നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ LDC അങ്ങ് വിട്ട് കളയുക. LDC നിങ്ങൾ അപ്ലൈ ചെയ്തെന്നേ ഉള്ളൂ. ഇനി LDC ആകണമെന്ന് അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് ഇനി അവസരമുണ്ട്, അന്ന് നമുക്ക് LDCക്ക് നോക്കാം. ഇപ്പോൾ LDC വിട്ടിട്ട്
LGSൻ്റെ സിലബസ് എടുത്ത് ആ സിലബസ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു സിലബസാണ്. അതിലെ കാര്യങ്ങൾ പൂർണ്ണമായും നല്ലൊരു ടൈം ടേബിളൊക്കെ തയ്യാറാക്കി ആ LGSൻ്റെ സിലബസിൽ നിന്നും ഒരു അല്പം പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാതെ സിലബസ് പ്രകാരമുള്ള മുഴുവൻ കാര്യങ്ങളും നിങ്ങൾ പഠിക്കുക. നിങ്ങൾ LGSൻ്റെ റാങ്ക് ലിസ്റ്റിൽ ഉയർന്ന റാങ്കിൽ നിങ്ങൾ വരും. നിങ്ങളൊരു സർക്കാർ ജോലി ഉറപ്പിക്കാൻ പറ്റും നിങ്ങൾക്ക്. അപ്പോൾ ആദ്യം നമ്മൾ ചവിട്ടി നിൽക്കാൻ ഒരു പ്ലാറ്റ്ഫോമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ ഒരു ജോലി ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ നിന്ന് തുടർ പഠനം നടത്താം. നമുക്ക് ആഗ്രഹമുള്ള ജോലിയിലേക്കൊക്കെ നമുക്ക് കടക്കാം, പഠിക്കാം. അപ്പോൾ നമ്മൾ ജോലി ഒന്ന് ഉറപ്പിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ ഡിഗ്രി ഇല്ലാത്തവർക്ക് LGS എഴുതാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ ആപ്ലിക്കൻ്റിൻ്റെ എണ്ണം കുറവാണ്. LDCയേക്കാൾ ഒരുപാട് സാധ്യത കൂടുതലാണ് LGS കിട്ടാൻ. അപ്പോൾ അതുകൊണ്ട് രണ്ടാമത്തെ കാറ്റഗറിയിൽപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾ ഒരു കാരണവശാലും LDCയുടെ പുറകെ പോകാതെ LGSൽ ഫോക്കസ് ചെയ്യുക. അപ്പോൾ LGSന് വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളോടായി എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം, നമ്മുടെ ഈ ചാനലിൽ എല്ലാ ദിവസവും LGSൻ്റെ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. രാവിലെ 7 മണിക്ക് LGSൻ്റെ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൽ LGSൻ്റെ സിലബസ് പ്രകാരമുള്ള ക്ലാസ്സുകൾ നമ്മളിപ്പോൾ 18 ക്ലാസ്സോളം കഴിഞ്ഞു. ജനുവരിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. 18 ക്ലാസ് കഴിഞ്ഞു. എക്സാമിന് മുമ്പായി ഒരു 100-150 ഇടയ്ക്ക് ക്ലാസ്സുകളിലൂടെ നിങ്ങൾക്ക് സിലബസ് പ്രകാരമുള്ള മുഴുവൻ ക്ലാസ്സുകളും ഞാൻ നൽകുന്നതാണ്. കൂടാതെ ഈ ക്ലാസ്സുകളുടെയൊക്കെ PDF-ഉം നമ്മൾ ഒരു PDF വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി അതിനകത്ത് ഉദ്യോഗാർത്ഥികൾക്ക് ചെറിയൊരു ഫീസൊക്കെ വാങ്ങി നൽകുന്നുണ്ട്. അപ്പോൾ PDF ആവശ്യമുള്ളവർക്ക് ബന്ധപ്പെടാവുന്നതാണ്. വളരെ തുച്ഛമായൊരു തുകയെ നിങ്ങളുടെ നിന്ന് വാങ്ങുന്നുള്ളൂ. ഈ ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടാൽ ഡീറ്റെയിൽസ് നൽകുന്നതാണ്. അപ്പോൾ ആ സിലബസ് ക്ലാസ്സുകളിൽ ഞാൻ പ്രധാനമായും റാങ്ക് ഫയലിൽ നിന്നും തിരഞ്ഞെടുത്ത ചോദ്യങ്ങളൊക്കെയാണ് ഉൾപ്പെടുത്തിയ ക്ലാസ്സുകൾ നൽകുന്നത്. അപ്പോൾ ആ ക്ലാസ്സുകളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എക്സാമിന് പൊതുവിജ്ഞാനത്തിൻ്റെ ഒരു 90% ചോദ്യങ്ങളും ആ ക്ലാസ്സുകളിൽ നിന്ന് തന്നെ പ്രതീക്ഷിക്കാം. 80 മാർക്കിൻ്റെ GK ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് LGSനുള്ളത്. മാത്സിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ നൽകുന്നതല്ല. അപ്പോൾ ഈ 80-ൽ ഒരു 60 മാർക്ക്, 60-നും 65-നും ഇടയ്ക്ക് മാർക്ക് നമ്മുടെ ക്ലാസ്സുകൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ആ ക്ലാസ് കൂടി നോക്കുക. അപ്പോൾ ഈ ചാനലിൽ വീഡിയോ എന്ന് പറഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ എവിടെയാണ് കിടക്കുന്നതെന്നൊക്കെ അറിയാം എന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിലുമൊക്കെ ഞാൻ അതിൻ്റെ ലിങ്കൊക്കെ കൊടുക്കാം, പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുമൊക്കെ കൊടുക്കാം. അപ്പോൾ അതൊക്കെ കൂടെ ഒന്ന് നോക്കുക. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ രീതിയിൽ നന്നായിട്ട് ഒന്നാമത്തെ കാറ്റഗറിയിൽപ്പെടുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾ LDCക്ക് വേണ്ടി കഠിനമായി പ്രയത്നിക്കുക. LDC അല്ലെങ്കിൽ LGS എങ്കിലും നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഇനി അഥവാ നിങ്ങൾ രണ്ടാമത്തെ കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾ LDC വിട്ടുകളായ LDC ഉപേക്ഷിച്ച് നിങ്ങൾ LGSന് വേണ്ടി മാത്രം പഠിക്കുക. നിങ്ങൾക്കൊരു ജോലി ഉറപ്പിക്കാം. അപ്പോൾ ഇത്രയും കാര്യമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.